ഇതിന് രണ്ടാം ഭാഗമായിട്ട് കൂട്ടുക. ഓക്കെ, അപ്പോൾ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, ആലപ്പുഴ ഇത് ക്ലബ് ചെയ്തിട്ട് ഒരു പുതിയ മെട്രോ സിറ്റി രൂപീകരിക്കുക. പിന്നെ അതുപോലെ തന്നെ തലയോലപ്പുറം പോലെയുള്ള പ്രദേശങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുക. കുറച്ചുകൂടെ കൊച്ചി മെട്രോയൊക്കെ കുറച്ചുകൂടെ ഇങ്ങോട്ട് കോട്ടയം ഭാഗത്തേക്ക് കൊണ്ടുവരിക. തിരക്ക് കുറയുന്ന അത്രയും നഗരത്തിലെ തിരക്ക് കുറച്ച് കോട്ടയം ഭാഗത്തോട്ട് കൊണ്ടുവന്നു. എനിക്കൊന്ന് ഭാവിയിൽ ഒരു 2-3 വർഷം കഴിയുമ്പോഴത്തേക്ക് ഈ ഫ്ലൈയിങ് ടാക്സികൾ വരും. അപ്പോൾ എനിക്ക് കോട്ടയം എറണാകുളം പോകാനായിട്ട് പെട്ടെന്നായിരിക്കും. ഫ്ലൈയിങ് ടാക്സിയിൽ കൊള്ളാനൊക്കത്തില്ല, പക്ഷേ അങ്ങനെ ഒരു ഹെലിപാഡ്സ് ഫ്ലൈയിങ് ടാക്സിയുടെ ഒക്കെ ഒരു ഹബ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ പെട്ടെന്ന് എല്ലായിടത്തും പോയി വരാനും ഒക്കെ വേറെ കാര്യം. ഈ ഒത്തിരി പേര് ഇങ്ങനെ ഈ സ്ഥലം വിൽക്കാതെ കിടപ്പുണ്ട്. അവരുടെ ഒക്കെ ഒരു രക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സർക്കാരിൻ്റെ ബജറ്റിൽ എന്തെങ്കിലും കൊണ്ടുവരണം. ഒന്ന് ഡിജിറ്റൈസ് ചെയ്യണം. മറ്റേ നന്ദൻ നിലയനി എന്ന് പറഞ്ഞ പുള്ളിയുണ്ടല്ലോ, ഇൻഫോസിൻ്റെ ഡയറക്ടർ ഒരാളായിരുന്നു. അപ്പം പുള്ളിയാണ് ആധാർ കാർഡ് കൊണ്ടുവന്നത്. സോറി, പുള്ളി തന്നെയാണ്. അപ്പം ആ പുള്ളിയുടെ ഒരു പറഞ്ഞ റിയൽ എസ്റ്റേഷനൈസേഷൻ പോയിനോ അല്ലെങ്കിൽ ടോക്കൺ പോലെ ചെറിയ നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്യാം. അതൊക്കെ വേണ്ടി വരും. പിന്നെ എനിക്ക് തോന്നുന്നു അങ്ങനത്തെ കുറച്ച് ഐഡിയ ഉള്ളൂ. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പം നമ്മൾ റിയൽ എസ്റ്റേറ്റ് പ്രശ്നം കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്നവർ കൂടുതൽ ലോൺ ഒക്കെ ലിക്വിഡ് ആവുക, എങ്ങനെയെങ്കിലും ഇത്രയും ഒരു എമൗണ്ട് അങ്ങനെ കൂടുതൽ ചെയ്യുക കാര്യങ്ങൾ പ്രയോജനപ്പെടും. കുറേ ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് പ്രയോജനപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, സീ യു, ബൈ.